ഞങ്ങൾ പഠിപ്പിച്ചതേ വന്നുള്ളൂ, ഞങ്ങൾ പറഞ്ഞതേ ചോദിച്ചിട്ടുള്ളൂ എന്നുള്ള പ്രഹസനമല്ല ഈ ഒരു സെഷന്റെ ഉദ്ദേശം. ഈ ഒരു സെഷനിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് പേപ്പർ 1 മാത്തമാറ്റിക്സിന്റെ പോർഷൻസിനെ സംബന്ധിച്ചാണ്. ഒരുപാട് പേർക്ക് എളുപ്പമെന്ന് തോന്നാവുന്ന ചോദ്യങ്ങൾ, ഒരുപാട് പേർ എളുപ്പമായിരുന്നിട്ടും തെറ്റിച്ച ചോദ്യങ്ങൾ, മാത്തമാറ്റിക്സിന്റെ കീഴിൽ വരുമോ എന്ന് അറിയാൻ കഴിയാത്ത ഒരു സെറ്റ് ചോദ്യങ്ങൾ, അതുപോലെ പലതരം പല വെറൈറ്റി പ്രേതങ്ങൾ എന്ന് പറയുന്ന പോലെ പല ജാതി പല വെറൈറ്റി ചോദ്യങ്ങളുടെ ഒരു നിരയായിരുന്നു ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് ഉണ്ടായിരുന്നത്. നമുക്ക് ആ ചോദ്യങ്ങൾ ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. തെറ്റിന്റെ കണക്കെടുക്കാനല്ല, വരാൻ പോകുന്ന പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കണം, എന്താണ് പുതിയ സ്ട്രാറ്റജിയും പുതിയ രീതികളും ഞാൻ നിങ്ങളോട് ഈ കഴിഞ്ഞ നമ്മുടെ സൂപ്പർ നോട്ട്സിലൂടെ നടത്തിയ മാരത്തോണിന് പറഞ്ഞ 3 അല്ലെങ്കിൽ 4 ചോദ്യങ്ങൾ എനിക്ക് തീർച്ചയാണ് 3 മുതൽ 4 വരെ ചോദ്യങ്ങൾ അതേ പാറ്റേൺ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എക്സ്പോണൻസ് PSCക്ക് ഈ ഇടയായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണെന്ന് ചോദിച്ചില്ലേ? അതുപോലെ ടൈം ആൻഡ് വർക്ക് ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? അതുപോലെ കോഡിങ് ഡീകോഡിങ് ചോദിച്ചില്ലേ? PSCക്ക് ഓരോ കാലഘട്ടത്തിലും ഇഷ്ടം തോന്നുന്ന ഒരു സെറ്റ് ചോദ്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ഒബ്സർവേഷനിലൂടെ ഒരു എക്സ്പേർട്ടിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ചോദ്യങ്ങൾ ഇത്തവണയും ചോദിച്ചു. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം തന്നെ നോക്കിക്കേ മക്കളെ. രാമനും ശ്യാമും ചേർന്ന് 10 ദിവസം കൊണ്ട് ഒരു വീട് നിർമ്മിക്കുന്നു. രാമനും അരുണും ചേർന്ന് 12 ദിവസം കൊണ്ട് ഒരു വീട് നിർമ്മിക്കുന്നു. ശ്യാമും അരുണും ചേർന്ന് 15 ദിവസം കൊണ്ട് ഒരു വീട് നിർമ്മിക്കുന്നു. ശ്യാമും അരുണും ചേർന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയാൽ എത്ര ദിവസം കൊണ്ട് അവർ വീട് നിർമ്മിക്കും എന്ന് ഈ ചോദ്യം മലയാളത്തിൽ വായിച്ച ഒരാൾ ഇംഗ്ലീഷിൽ അതിന്റെ അവസാന ഭാഗം വായിച്ചപ്പോൾ കണ്ടത് ശ്യാമും അരുണും രാമും ചേർന്ന് ആ ജോലി ഒരുമിച്ച് തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ്. പേടിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. വ്യക്തമായിട്ട് PSC പറഞ്ഞിട്ടുണ്ട്, മലയാളം ചോദ്യത്തിൽ എന്തെങ്കിലും അപാകത വന്നാൽ അതിന് ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ടെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതായിരിക്കും കണക്കിലെടുക്കുക. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് ചോദ്യം കൂടെ വായിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന വസ്തുതയാണ്. അപ്പൊ ഇംഗ്ലീഷ് ചോദ്യത്തിന് തന്നെയായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഒരു ഫാക്റ്റ് ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്യുക. മക്കളെ, ഇതാ നോക്കിക്കേടാ, രാമനും ശ്യാമും കൂടെ ചേർന്ന് 10 ദിവസം കൊണ്ട് തീർക്കും. ഇനി എന്താ പറയുന്നത്? രാമനും അരുണും കൂടെ ചേർന്ന് 12 ദിവസം കൊണ്ട് തീർക്കും. ശ്യാമും അരുണും കൂടെ ചേർന്ന് 15 ദിവസം കൊണ്ട് ചേർക്കും. ഞാൻ പറഞ്ഞു നിങ്ങളോട് ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ 3 എണ്ണത്തിൻ്റെയും കൂടെ LCM കാണുക. LCM കാണാൻ വേണ്ടി തന്നിരിക്കുന്ന സംഖ്യകൾ ഏതെങ്കിലും ഒരെണ്ണം 10 അവസാനിക്കുക അല്ലെങ്കിൽ 0 അവസാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ LCMും 0 അവസാനിക്കുക. അപ്പം ഈ 10ൻ്റെയും 12ൻ്റെയും 15ൻ്റെയും ഗുണിതം കണ്ടുപിടിക്കണം. 15ൻ്റെ ഗുണിതത്തിന്റെ അകത്ത് നിങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്ന 12ൻ്റെയും 10ൻ്റെയും ഗുണിതം. 15ൻ്റെ ഗുണിതം പറഞ്ഞാൽ എന്താണ്? 15 × 2 30 പറ്റൂല. പിന്നെ 3 നോക്കണ്ട, 4 നോക്കണ്ട, 15 × 4 നോക്കാം അല്ലെ. 15 × 3 പറ്റില്ല, 15 × 4 60. 60 കൊണ്ട് 12 ഹരിക്കാൻ പറ്റുമോ? പറ്റും. 10 ഹരിക്കാൻ പറ്റും. 10 60 ഹരിക്കും. അപ്പൊ 60 ആയിരിക്കും LCM. ഇനി ഓരോ ആൾക്കാർ, അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി, ടോട്ടൽ ടൈം കിട്ടി. ഇനി ഓരോ ആൾക്കാരുടെയും എഫിഷ്യൻസി കാണണം. 60/10 6 റാമിന്റെയും നമ്മുടെ ശ്യാമിന്റെയും കൂടെ ചേർന്നുള്ളത്. പിന്നെ 60/12 5, 60/15 4. നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? ഇതെല്ലാം കൂടെ മക്കളെ ഒന്ന് കൂട്ടിക്ക്. റാം പ്ലസ് ആർ പ്ലസ് ഇതെല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 2 R ഉണ്ട്, പിന്നെ ഇവിടെ 2 S ഉണ്ട്, പിന്നെ ഇവിടെ 2 അരുണുണ്ട്. ഇനി അവരുടെ കഴിവ് ഞാൻ കൂട്ടുകയാണ്. 6ഉം 4ഉം 10ഉം 5ഉം 15. ടോട്ടൽ വർക്ക് 60. എടാ, 2 × 6 + S + A എന്ന് പറയുന്നത് 60 15 ആണ്. അങ്ങനെയാണെന്ന് നോക്കിക്കേ. അതായത് നോക്കുക, 2 × R + S + A, അത് അവരുടെ കഴിവ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ രാമിന്റെയും ശ്യാമിന്റെയും അരുണിന്റെയും കൂടെ രാമന്റെയും ശ്യാമിന്റെയും അരുണിന്റെയും കൂടെ ചേർന്നുള്ള കഴിവ് എത്രയായിരിക്കും? 15/2 ആയിരിക്കും. ഇനി ഇവരുടെ കഴിവ് കിട്ടി, ടോട്ടൽ വർക്ക് അറിയാം. അപ്പൊ ഇവരെടുക്കുന്ന ടൈം എത്രയായിരിക്കും? ടോട്ടൽ വർക്കിനെ അവരുടെ കഴിവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 60നെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 60നെ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. 60ഉം 15ഉം വെട്ടിപ്പോകുമ്പോൾ ഇവിടെ 4 വരും. 4 × 2 8 എന്ന് വരും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്? നോക്കുക, 2 × R + S + A എഫിഷ്യൻസി ആണ്. രാമൻ, ശ്യാമ്, അരുണ് ഇവരുടെ 3 പേരുടെ എഫിഷ്യൻസിയുടെ ഇരട്ടി എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ അവരുടെ 3 പേരുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? ആ 15ന്റെ പകുതി. ആ എഫിഷ്യൻസിയും ടോട്ടൽ വർക്കും കിട്ടിയാൽ ടോട്ടൽ വർക്കിനെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടൈം കിട്ടും.
8 ദിവസം എന്ന് കിട്ടും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെയാണ്, എല്ലാവർക്കും ക്ലിയർ ആയി. അടുത്ത ചോദ്യവും നിങ്ങൾ കൃത്യമായിട്ടും ഇംഗ്ലീഷിന്റെ ചോദ്യം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതായിരുന്നു. ദാ നോക്കുക, ഇവിടെ പറയുന്ന ഗണിത പുരോഗതി എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ആ സാധനം കിട്ടാൻ പോകുന്നില്ല. ജോമെട്രി പ്രോഗ്രഷനൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു പോയവരുണ്ടാവും. ഇപ്പറ നോക്കുക, ഇപ്പറ ജോമെട്രിക് എന്ന് തന്നിരുന്നെങ്കിൽ ഓക്കെ, ഇവിടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അറിയാവുന്ന ഒരു വസ്തുത പറഞ്ഞു തരാം. 3 സംഖ്യകൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ നടുക്കത്തെ സംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന സംഖ്യകളുടെ ആവറേജ് ആയിരിക്കും. a+c/2 ആയിരിക്കും. a+c/2 ആയിരിക്കും. ഇതിൽ നിന്ന് ഇതിനെ വീണ്ടും ഒന്ന് എഴുതാൻ പറ്റും. 2 × b എന്ന് പറയുന്നത് a+c ആയിരിക്കും. ഇനി ഓപ്ഷനിലേക്ക് നോക്കുക, a+c = 2 × b. ഓപ്ഷൻ എ ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതൊരു വസ്തുതയാണ്. നമ്മൾ ആ ടൈപ്പുകളെ പറ്റി പഠിക്കുമ്പോൾ കൃത്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അറിയാത്തവർ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു വെച്ച് പോവുക. ഓക്കെയാണ്, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാ നോക്കുക. മലയാളത്തിൽ പറഞ്ഞൊരു ചതുരത്തിന്റെ വശം 8 സെന്റിമീറ്റർ എന്ന്. എടാ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ എന്താണ്? സ്ക്വയറായി. അതെന്തായി മാറി മക്കളെ? സ്ക്വയറായി മാറി. അപ്പൊ ഇവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ് കിടക്കുന്നത്. ചതുരം എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ്, സമചതുരം എന്ന് പറയണം സ്ക്വയർ വരുന്നെങ്കിൽ. ഇതുകൊണ്ട് ഇത് പരിഭാഷയുടെ പ്രശ്നമാണ്. നോക്കിയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇംഗ്ലീഷ് സ്റ്റിക്ക് ഓൺ ചെയ്യുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ക്വയറിന്റെ സൈഡ് 8 ആണ്. അതിന്റെ സ്ക്വയറിന്റെ സൈഡ് ഇനി എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. 8 എന്നുള്ളത് 16 ആയി. 8 എന്നുള്ളത് 16 ആയി. അപ്പം അതിന്റെ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു സൈഡാണ്. 4 × 16 വരും. അതായത് 64 എന്ന ആൻസർ വരും. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് എളുപ്പത്തിലുള്ള ചോദ്യമാണ്, പക്ഷേ ഇതിന്റെ മലയാളം ഇംഗ്ലീഷ് പരിഭാഷ കുഴപ്പിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് യുക്തി. ഓക്കെയാണ്, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ തരുന്നിരിക്കുന്ന സംഖ്യാ പാറ്റേണിൽ വിട്ടുപോയ പദം കണ്ടുപിടിക്കുക. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ തന്നെയാണ് വന്നത്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ഉൾപ്പെടുത്തിയിട്ടില്ല. ദാ നോക്കിക്കുക മക്കളെ, 5, 13, 29, അതിനുശേഷം 125. നിങ്ങൾ നോക്കുക, ഇവിടെ 5, 13 ആയത് എങ്ങനെയാണ്? 5, 13, അതായത് 5, 13 ആയത് 5ന്റെ ഇരട്ടി. 5ന്റെ ഇരട്ടി എടുക്കുന്നു, അതിൻ്റെ 10, 10ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 13. ഓക്കെയാണ്. അതായത് നോക്കുക, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി അടുത്ത് നോക്കിക്കേ, ഈ 13ന്റെ ഇരട്ടി ഞാൻ എടുക്കുന്നു, എത്ര വരൂടാ? 26 എന്ന് വരുന്നു. അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 29 വരുന്നുണ്ടോ? ഓക്കെ ആണല്ലോ, വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 29ന്റെ ഇരട്ടി ഞാൻ എടുക്കുന്നു, എത്ര വരും? 58 വരും. 58ന്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 61 കിട്ടും. 61 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഞാൻ കറപ്പിക്കാൻ വരട്ടെ. 61ന്റെ ഇരട്ടി കാണുക, എത്ര വരൂടാ? 61ന്റെ ഇരട്ടി 122 ആണ്. അതിൻ്റെ കൂടെ 3 കൂട്ടിയാൽ 125 കിട്ടുന്നുണ്ടോ? യെസ്, 125 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 61 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് അടുത്തടുത്ത സംഖ്യകൾ നോക്കുക. അടുത്തടുത്ത സംഖ്യ പെട്ടെന്ന് വലുതാവുന്നുവെങ്കിൽ സ്ക്വയറോ ക്യൂബോ ആയിട്ട് കണക്ട് ചെയ്യാം. ഇനി പെട്ടെന്ന് വലുതാകുന്നില്ല എന്നെങ്കിൽ അഡീഷനോ സബ്ട്രാക്ഷനോ ആയിരിക്കും. അതായത് ഒരു മീഡിയം തരത്തിൽ പെട്ടെന്നൊന്ന് ചാടുന്നുണ്ട് എന്നാൽ ഒരുപാട് ചാടുന്നില്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് ഏതെങ്കിലും ആഡ് ചെയ്യുന്നതോ അങ്ങനെയുള്ള പാറ്റേണുകളാണോ എന്നുള്ളത് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ആ ഒരു രീതി, ആ ഒരു ശൈലി ചെയ്താണ് വരുന്നത്. റീസണിംഗ് എന്നുള്ള ചോദ്യമാണ്, ശ്രേണിയാണ്. അതുകൊണ്ട് ശ്രേണിക്ക് ഒരു പ്രത്യേക ഫോർമുല ഇല്ല. ഓക്കെയാണ്, ആ ഒരു വസ്തുതയാണ് ഇവിടുത്തെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒറ്റയാനെ കണ്ടെത്തുക. ഇതും ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടേറിയ ഒരു പോർഷൻ ആയിരുന്നു. ചോദ്യം നിസ്സാരമാണ്, കാര്യം നിസ്സാരം, പക്ഷേ അതിൻ്റെ അകത്തുള്ള വസ്തുത അല്പം ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു. ഇവിടെ നോക്കുക, 3 14 ആകുന്നു. ഓക്കെയാണ്, ക്ലിയർ ആണ്. 3 14 ആകുന്നു. എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നോക്കി, 3ന്റെ ഇരട്ടി എടുത്തു, നേരത്തെ പോലെ തന്നെ 3ന്റെ ഇരട്ടി എടുത്തു 6. ഈ 6ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ 14 കിട്ടും. അടുത്തത് നമുക്ക് നോക്കാം, 5ന്റെ ഇരട്ടി എടുക്കുന്നു. അപ്പോൾ 5:2, 3:14. ഓക്കെയാണ്. 5:18 ഞാൻ എടുക്കുന്നു. 5ന്റെ ഇരട്ടി എടുത്തു, 5ന്റെ ഇരട്ടി എടുത്തു 10, അതിൻ്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ 5 18. അപ്പോൾ 5ഉം 18 തമ്മിലുള്ള ബന്ധം കിട്ടി. ഇനി 8ഉം 24, 8ന്റെ ഇരട്ടി 16, അതിനോടുകൂടി 8 ആഡ് ചെയ്യുമ്പോൾ 24 കിട്ടും. അപ്പോൾ 6:30 ആയിരിക്കും നമ്മുടെ ആൻസർ. ബാക്കി 3 പേർക്ക് പൊതുവായിട്ട് കിട്ടി. നമുക്ക് നോക്കാം, 6ന്റെ ഇരട്ടി എടുക്കുന്നു, എന്താണ്? 12. 12നോട് 8 കൂട്ടുമ്പോൾ 20 ആണ് കിട്ടുന്നത്. ഇത് എന്തല്ല മക്കളെ? 30 അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെയാണ്, അതും ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം.
ഇതാ നോക്കിക്കേടാ, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഫാൻഡ എങ്ങനെ എഴുതിയിരിക്കുന്നു? LGTZ. എടാ എഫ് എങ്ങോട്ട് പോയി? എല്ലിലേക്ക് പോയി. എഫ് എല്ലിലേക്ക് പോയി. 1 2 3 4 5 6 ജമ്പ് ചെയ്തു. എ ജിയിലേക്ക് പോയി. 1 2 3 4 5 6 ജമ്പ് ചെയ്തു. എൻ ടിയിലേക്ക് പോയി. 1 2 3 4 5 6 ജമ്പ് ചെയ്തു. അപ്പൊ അടുത്തതും 6 ജമ്പ് ചെയ്തായിരിക്കും. ടി 1 2 3 4 5 6 ഇസഡിലേക്ക് പോയി. എ ജിയിലേക്ക് പോയത് 6 ജമ്പ് ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. CRICKET. CR ജമ്പ് ചെയ്യണം. 1 2 3 4 5 6. ഐയിൽ തുടങ്ങുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ. ഓപ്ഷൻ സി. അവിടെ വെച്ച് ആ പരിപാടി തീർക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് ആ സാധനം കിട്ടുമ്പോൾ ഇനി വേണമെങ്കിൽ ലാസ്റ്റിലെ ടീയും കൂടെ വേണമെങ്കിൽ നോക്കിക്കോ. ടി ഇസഡിലേക്ക് പോകുന്നു. ഐയിൽ തുടങ്ങി ഇസഡിൽ അവസാനിക്കുന്ന. ഞാൻ പോകുന്ന രീതി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? ആദ്യം തുടക്കത്തിൽ നിന്ന് ഓർണം, ഒടുക്കത്തിൽ നിന്ന് ഓർണം, അങ്ങനെ ഫിൽ ചെയ്ത് വരിക. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് നോക്കി പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഐയിൽ തുടങ്ങി ഇസഡിൽ അവസാനിക്കുന്ന ഒരേ ഒരാളുള്ളൂ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണ്? എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അത് മനസ്സിലായി. അപ്പൊ മക്കളെ, അടുത്ത ചോദ്യം രക്തബന്ധത്തിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. പങ്കജ് രാജേഷിന്റെയും സ്വപ്നയുടെയും മകനാണ്. അപ്പൊ രാജേഷും സ്വപ്നയും കല്യാണം കഴിച്ചുണ്ടായ മകനാണ് പങ്കജ്. അപ്പൊ അവരും ഭാര്യയും ഭർത്താവും ആണേ. ഏതാണ്? രാജേഷും സ്വപ്നയും. അവരുടെ മകനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ പങ്കജ് എന്ന് പറയുന്നത്. അതേസമയം ദീപ പ്രകാശിന്റെയും സ്വപ്നയുടെയും അമ്മയായ ഷീലയുടെ ഏക ചെറുമകളാണ്. ദീപ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അല്ലെ. ദീപേനെ ഞാനിപ്പോ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാണ്. ഈ ദീപ എന്ന് പറയുന്ന ആരാണടാ? സ്വപ്നയുടെയും അതുപോലെ പ്രകാശിന്റെയും അല്ലെ, പ്രകാശിന്റെയും സ്വപ്നയുടെയും അമ്മയാണ് ഷീല. അമ്മയായ ഈ പ്രകാശിന്റെയും സ്വപ്നയുടെയും അമ്മയായ ഷീലയുടെ ആരാണടാ? ചെറുമകളാണ്. ഷീലയുടെയും സ്വപ്നയുടെയും പ്രകാശിന്റെയും അമ്മയായ ഷീലയുടെ ചെറുമകളാണ് ദീപ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി എന്താ പറയുന്നത്? പ്രകാശ് അവിവാഹിതനാണ്. പ്രകാശ് എന്ത് ചെയ്തിട്ടില്ല? കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ കുട്ടികളില്ല. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി എന്താ പറയുന്നത്? പ്രകാശ് അവിവാഹിതനും രാജേഷിന്റെ ഭാര്യയുടെ സഹോദരനുമാണെങ്കിൽ, അപ്പൊ ഈ സ്വപ്നയുടെ സഹോദരനാണെന്ന് ഓൾറെഡി ക്ലിയർ ആയി. അതിന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പങ്കജും ദീപയും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഷീലയുടെ ചെറുമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീലയുടെ മോളുടെ മോളെ ആവുള്ളൂ. കാരണം ഷീലയുടെ മകളില്ല. അപ്പൊ ദീപ എന്ന് പറയുന്നത് ഷീലയുടെ മോളുടെ മോളായിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ പങ്കജ് ഷീലയുടെ മോനാണ്, സ്വപ്നയും ഷീലയുടെ മോളാണ്. അപ്പൊ ഇവർ രണ്ടുപേരുള്ള ബന്ധം എന്തായിരിക്കും? പങ്കജും ദീപയും അല്ലെങ്കിൽ പങ്കജും ദീപയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരനായിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും. പങ്കജ് ദീപയുടെ ആരാണ്? സഹോദരനായിരിക്കും. പങ്കജും ദീപയും തമ്മിലുള്ള ബന്ധം സഹോദരനായിരിക്കും. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി. ഓക്കെ ആണ്? അത് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാവുന്ന ചോദ്യം തന്നെയായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഈ ചോദ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് കൺഫ്യൂസിങ് ഫാക്റ്റുകൾ, അതായത് കുറച്ച് കൂലങ്കഷമായിട്ട് ചിന്തിക്കണം എന്നൊരു അവസ്ഥാവിശേഷം വരുന്നൊരു ചോദ്യമാണ്. പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കാം, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യണം? ആദ്യം ഡിസ്റ്റൻസ്. ഞാൻ പറഞ്ഞു ഒരു ചോദ്യത്തിൽ നമുക്ക് തരുന്ന ഡിസ്റ്റൻസുകളെല്ലാം കൂട്ടണം. നോക്കുക, 400 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി. അപ്പൊ ഒരു 400 മീറ്ററിനെ ഞാൻ തുടക്കത്തിൽ കണ്ടു. എതിർദിശയിൽ നിന്നും ഒരു സമാന്തര പാതയിലൂടെ, അത് പാരലൽ ആയിട്ടുള്ള മറ്റൊരു റെയിലിലൂടെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിയെ മറികടക്കാൻ 15 സെക്കൻഡ് എടുക്കും. അപ്പൊ മറ്റൊരു തീവണ്ടിയുടെ നീളം കിട്ടി. അത് എത്രയാണ്? 300 മീറ്റർ. അപ്പൊ ഇവിടെയുള്ള ആകെ നീളം എന്ന് പറയുന്നത് 700 മീറ്റർ. ഇനി ഇവിടെ എന്താണ് പറയുന്നത്? നീളമുള്ള തീവണ്ടിയുടെ വേഗത മണിക്കൂറിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടാമത് ഒരു ടൈം തന്നിട്ടുണ്ട്. ഒറ്റ ടൈമേ ഉള്ളൂ, 15 സെക്കൻഡ്. അത് ഞാൻ എഴുതി. സ്പീഡിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തീവണ്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു,
ഓക്കെയാണ്, ഒരു തീവണ്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇതിന്റെ സ്പീഡ് S1, ഇതിന്റെ സ്പീഡ് S2 ആണെന്ന് വിചാരിച്ചോ. എടാ ഓപ്പോസിറ്റ് ദിശയിലാണ് രണ്ട് ട്രെയിൻ പോകുന്നെങ്കിൽ അവരുടെ സ്പീഡുകളെ തമ്മിൽ എപ്പോഴും ആഡ് ചെയ്യും. അപ്പൊ ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ തീവണ്ടിയുടെ എനിക്ക് അറിയോ ഇല്ല, രണ്ടാമത്തെ തീവണ്ടി പാതയുടെ മണിക്കൂറിൽ 60, അതായത് ഒരു സമാന്തര ശ്രേണിയിൽ സമാന്തര പാതയിലൂടെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 30 മീറ്റർ നീളമുള്ള തീവണ്ടിയെ മറികടക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എതിർദിശയിൽ വന്നുകൊണ്ടിരിക്കുന്ന തീവണ്ടി, അപ്പൊ തുടക്കത്തിൽ നീളമുള്ള തീവണ്ടിയുടെ വേഗത അതെനിക്ക് അറിയില്ല, അതിന് ഞാൻ X എടുക്കുന്നു. മറ്റേ തീവണ്ടിയുടെ നീളം എനിക്ക് അറിയാം 60. അപ്പൊ നമ്മുടെ റിസൾട്ടന്റ്, നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത് രണ്ട് സ്പീഡും കൂടെ ആഡ് ചെയ്യുന്നതാണ്. കാരണം എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ, അതായത് നമ്മുടെ ചോദ്യത്തിൽ രണ്ട് നീളങ്ങളുള്ള ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ നീളം രണ്ട് നീളത്തെ കൂട്ടണം. ടൈം ആണെങ്കിൽ നമുക്കിപ്പോൾ ഒറ്റ ടൈമേ ഉള്ളൂ, അപ്പൊ അത് തന്നെയായിരിക്കും ടൈം. ഇനി വ്യത്യസ്ത ടൈമിലുണ്ടെങ്കിൽ ആ ടൈമിനെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യണ അനുസരിച്ചെടുക്കും. ഇനി സ്പീഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂടാ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ കൂട്ടും, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കുറയ്ക്കുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം, എന്തായിരിക്കും, ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരിക്കും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 700 ആണ്. ഇനി ടൈം എന്ന് പറയുന്നത് 15 ആണ്. എടാ ഇവിടെ നോക്കിക്കേ, ഇവിടെ മറ്റേ നമ്മുടെ എന്താ തന്നിട്ട് കിലോമീറ്റർ അല്ലെ, കിലോമീറ്റർ പെർ അവറിലാണ്, മണിക്കൂറിൽ 60 കിലോമീറ്റർ. ഇതെന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഈ 700/15 ഞാൻ എന്ത് ചെയ്യുന്നു, 18/5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, 3 വെച്ച് ഇവന്മാർ രണ്ടുപേരെയും വെട്ടാം അല്ലെ. ക്ലിയർ ആണ്. ഇവിടെ എത്ര വരും, ഇവിടെ 6 വരുന്നു, ഇവിടെ 5 വരുന്നു. ഓക്കെയാണ്. ഇനി ഇവിടെ എന്തുണ്ട്, ഇതിന് 7 × 100 × 6/25 എന്ന് കണ്ട, 25ഉം ഇതും വെട്ടിക്കളയാം, 4 എന്ന് വരും. 7 × 4 × 6 എന്ന് വരുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്താൽ 168 എന്ന് വരും. അത്രയും കിലോമീറ്റർ പെർ അവർ എന്ന് വരും. ഓക്കെയാണ്, എല്ലാവർക്കും സെറ്റായിട്ട് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ. ഒരു ഉൽപ്പന്നത്തിന്റെ വില 50% വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ഉപഭോഗ ചെലവ് അതേ നിലയിൽ നിലനിർത്താൻ അതിൻ്റെ ഉപഭോഗം എത്ര ശതമാനം കുറയ്ക്കണം? ഇതാ നോക്കുക, ഉൽപ്പന്നത്തിൻ്റെ വില 50% വർദ്ധിച്ചാൽ അതിൻ്റെ ഉപഭോഗ ചെലവ് അതേ നിലയിൽ നിലനിർത്താൻ അതിൻ്റെ ഉപഭോഗം എത്ര ശതമാനം കുറയ്ക്കണം? ഇപ്പം ഞാൻ സ്ഥിരം മേടിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം, അതിൻ്റെ വില 50% കൂടി. അപ്പം ഞാൻ ആ മേടിച്ചുകൊണ്ടിരുന്ന പൈസയ്ക്ക് തന്നെ എനിക്കത് മേടിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ അതിൻ്റെ ഉപയോഗിക്കുന്ന അളവ് കുറയ്ക്കണം. ക്ലിയർ ആണ്, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ എത്ര അളവ്, എൻ്റെ ഉപയോഗത്തിൽ എത്ര അളവ് കുറവ് വരുത്തി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന അതേ തുകയ്ക്ക് തന്നെ ഈ സാധനം ഉപയോഗിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി. ഇപ്പോൾ നോക്കുക, ഞാൻ ഒരു കടയിൽ പോയി എല്ലാ മാസവും ഇപ്പോൾ ഒരു 2 കിലോ അരി വെച്ച് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ, 2 കിലോ അരി വെച്ച് ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം അരിയുടെ വില 50% കൂടി. അപ്പൊ എനിക്ക് അതിനനുസരിച്ച് എനിക്ക് ആ പൈസ കൂടിയതനുസരിച്ച് അപ്പൊ എനിക്ക് 2 കിലോ അരി ഞാൻ അതുവരെ കൊടുത്തോണ്ടിരുന്ന എമൗണ്ടിന് മേടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, പക്ഷെ എൻ്റെ അത്രയും രൂപയെ കൊടുക്കാനുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ അതേ പൈസ കൊടുത്തിട്ട് ഈ സാധനം എനിക്ക് ആവശ്യമുള്ളത് മേടിക്കണേ. അപ്പൊ ഞാൻ 2 കിലോ അരിയുടെ ഉപയോഗം ഞാൻ കുറയ്ക്കണം. എത്ര ശതമാനം കുറയ്ക്കണമെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ഇവിടെ ചിന്തിച്ചാൽ മതി, ഒരു സാധനം നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത് 100 രൂപയ്ക്കാണ്. അപ്പൊ അതിന്റെ 50% വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ വില എന്താവൂടാ, 150 ആവും. അപ്പൊ ഈ 150 എന്നുള്ളത്, അപ്പം ഈ 150നെ ഈ 150 രൂപയാകും. അപ്പൊ ഈ 150 എന്നുള്ള സാധനം ഞാൻ ഈ 100 രൂപയിലേക്ക് കൊണ്ടുവരണം. 150 രൂപയായി. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ വീണ്ടും ഈ 100 രൂപയ്ക്ക് തന്നെ മേടിച്ചത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എത്രമാത്രം അളവ് കുറയ്ക്കണം എന്നുള്ളതാണ് ചോദ്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടിയ അളവ്, അത് ചെയ്യാൻ വേണ്ടി ഈ കൂടിയ അളവ് എത്ര കൂടി, 50 കൂടി, ബൈ പുതിയ അളവ് 150 ചെയ്താൽ മതി. 0 വെട്ടിപ്പോവും. 5/15 എന്ന് പറഞ്ഞാൽ 1/3. അതായത് ഇത്രയും കുറവ് ഞാൻ വരുത്തണം. അതായത് ഈ അളവ് ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അളവ് എത്രയാണോ അതിന്റെ 1/3, അതിൽ നിന്നും 1/3 അളവ്, 1/3 ഭാഗം കുറവ് അളവിൽ ഞാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ വില കൂടിയാലും എനിക്ക് അതേ വിലക്കുള്ള സാധനം മേടിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 1/3% കുറയ്ക്കണം. 1/3 കുറയ്ക്കണം. 1/3 കുറയ്ക്കണം. ഓക്കെ, ഇനി ശതമാനം ചോദിച്ചു കഴിഞ്ഞാൽ 100/3 കണ്ടാൽ മതി. അതായത് 1/3നെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 33 1/3% എന്ന് കിട്ടും. അങ്ങോട്ടൊന്നും നിങ്ങൾ പോകണ്ട, ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. കൂടിയത് ബൈ പുതിയ അളവ്,
കൂടിയത് ബൈ പുതിയ അളവ്. ഓക്കെയാണ്, എല്ലാവർക്കും ആ സാധനം ക്ലിയർ ആണ്. ഇനി നോക്കിക്കേ, ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ 2 വർഷമാണ് കേട്ടോ. 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എന്ന് പറയുന്നത് 304.5 രൂപയാണ്. അതേ കാലയളവിലേക്കുള്ള സാധാരണ പലിശ എന്ന് പറയുന്നത് 290 രൂപയാണ്. എങ്കിൽ വാർഷിക പലിശ നിരക്ക് എത്ര? എടാ ഞാൻ ചോദിക്കട്ടെ, കൂട്ടുപലിശ സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ഒരു എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒരേ സെയിം എമൗണ്ട് ആയിരിക്കും നമ്മുടെ ബാങ്കിലേക്ക് വരുന്നത്. ഓക്കെയാണ്, എല്ലാ വർഷവും ഇപ്പം 100 രൂപ ഇട്ടു ഞാൻ, 100 അല്ലെങ്കിൽ 1000 രൂപ ഇട്ടു, എനിക്ക് പലിശ ഒരു 50 രൂപ കിട്ടുമെന്ന് വിചാരിക്കുക. എല്ലാ വർഷവും സാധാരണ പലിശയാണെങ്കിൽ എല്ലാ വർഷവും എനിക്ക് 50 രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും, അതേ ഉള്ളൂ. കൂട്ടുപലിശയാണെങ്കിൽ എന്താണ്? 100 രൂപ ഇട്ടു, അപ്പം 1000 രൂപ ഇട്ടു, 50 രൂപ പലിശ കിട്ടുമെന്ന് വിചാരിക്കുക. ആദ്യത്തെ വർഷം 50 രൂപ പലിശ കിട്ടി, രണ്ടാമത്തെ വർഷം എനിക്ക് കിട്ടുന്നത് ഈ 1050 രൂപയ്ക്കുള്ള പലിശയായിരിക്കും. മൂന്നാമത്തെ വർഷം എനിക്ക് കിട്ടുന്നത് എൻ്റെ അക്കൗണ്ടിൽ മൊത്തം അതുവരെ ഉണ്ടായിരുന്ന പൈസയുടെ കൂടെ വീണ്ടും കൂടെ പൈസ ആഡ് ചെയ്താൽ കൂടി കൂടി പലിശ വന്നുകൊണ്ടിരിക്കും. ഓക്കെയാണ്, അത് കൂട്ടുപലിശ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാർഷിക പലിശ നിരക്കാണ്. ഓക്കെ, അതേ സെയിം എമൗണ്ടിൻ്റെ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും കിട്ടുന്ന കൂട്ടുപലിശയും സാധാരണ പലിശയും തന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. 14.5 ആണ്. ഇത് തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ 14.5 എന്ന് കിട്ടും. ഓക്കെയാണ്, ക്ലിയർ ആണ്, വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ എന്താണ് വസ്തുത സംഭവിച്ചിരിക്കുന്നത് നോക്കിക്കേ. ഇപ്പം നോക്കുക, ഇവിടെ ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും സെയിം എമൗണ്ട് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? സാധാരണ പലിശ ആദ്യത്തെ വർഷം ഒരു ₹X കിട്ടുമെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ വർഷവും X തന്നെയായിരിക്കും അല്ലേ? അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ സാധാരണ പലിശ 290 കിട്ടും. അതായത് 2x എന്ന് പറയുന്നതാണ് 290. X എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 290ൻ്റെ പകുതി, അതായത് 145. അതായത് ഒരു വർഷം കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ 145 ആണ്. ഓക്കെ ആണല്ലോ. ഇനി പലിശ നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ്? അതായത് കൂടുതൽ കിട്ടിയതാണ് എന്ത്? 2 വർഷം. അപ്പം 2 വർഷത്തേക്ക് ഇടുമ്പോൾ 2 വർഷം, അപ്പം ഇത് നോക്കുക, ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 14.5. അപ്പോൾ സാധാരണ പലിശ എന്ന് മാറി കൂട്ടുപലിശ ആവുമ്പോൾ 14.5 കൂടുതൽ ലഭിക്കുന്നു. 14.5 കൂടുതൽ ലഭിക്കുന്നു. അപ്പോൾ ഈ 14.5 എന്ന് പറഞ്ഞാൽ 145ൻ്റെ എത്ര ശതമാനം നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു 145 14.5 കൂടെ നോക്കിക്കേ എന്താ സംഭവിച്ചത്. 145ല് 1 പോയിന്റ് മാറ്റി കുത്തിടുമ്പോൾ 14.5 കിട്ടും. 1 പോയിന്റ് മാറ്റി കുത്തിടണമെങ്കിൽ എന്ത് കിട്ടുമ്പോഴാ? 10%. 145ൻ്റെ 10%മാണ് 14.5. ഓക്കെയാണ്, വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. 2 വർഷത്തേക്കുള്ള കാര്യം തന്നിട്ട്, അപ്പോൾ 2 വർഷത്തേക്കുള്ളതിൻ്റെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നോക്കിയപ്പോൾ 14.5 കിട്ടി. എനിക്ക് 2 വർഷത്തേക്ക് സാധാരണ പലിശ 290 രൂപ കിട്ടിയാൽ ഒരു വർഷം അവസാനിക്കും എനിക്ക് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ 290ൻ്റെ പാതിയായ 145 ആയിരിക്കും. ഇനി സാധാരണ പലിശയും കൂട്ടുപലിശയും കൂടെ കുറച്ചപ്പോൾ 14.5 കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വർഷം അധികമായിട്ട് കിട്ടിയത്, ഒരു വർഷം അടുത്ത വർഷത്തേക്ക് പോകുമ്പോൾ അധികമായി കിട്ടിയത് 14.5 ആണ്. അപ്പൊ 145 രൂപ പലിശ എല്ലാ വർഷവും കിട്ടും. അതുകൂടാതെ ഒരു വർഷം 14.5 അധികം കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ 145ൻ്റെ എത്ര ശതമാനമാണ് 14.5 എന്ന് കൂട്ടിയാൽ മതി. 145ൻ്റെ 10%മാണ് 14.5. അപ്പൊ അങ്ങനെ 10% എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെയാണ്, ക്ലിയർ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്പം കട്ടി ചോദ്യം കാറ്റഗറിയിൽ നമുക്ക് വെക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചലഞ്ചിങ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു ഇത്. ഇതാ നോക്കുക, ഒരു ബാഗിൽ 785 രൂപയുണ്ട്. ആ രൂപ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2ൻ്റെയും 5ൻ്റെയും 10ൻ്റെയും നാണയങ്ങളായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 785 രൂപയ്ക്ക് 2, 5, 10 രൂപ നാണയങ്ങളുണ്ട്. നാണയങ്ങളുടെ അനുപാതം എന്ന് പറയുന്നത് 6:9:10 ആണ്. അതായത് 2 രൂപ നാണയങ്ങളുണ്ട്, 5 രൂപ നാണയങ്ങളുണ്ട്, 10 രൂപ നാണയങ്ങളുണ്ട്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 6:9:10 എങ്ങനെയാണ്? ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ നോക്കിക്കുക മക്കളെ, ഇവിടെ 6 രൂപയുടെ, അപ്പൊ നോക്കുക, 2 രൂപ നാണയങ്ങൾ എത്ര ഉണ്ടാവും? 6x. 5 രൂപ നാണയങ്ങൾ എത്ര ഉണ്ടാവും? 9x. 10 രൂപ നാണയങ്ങൾ എത്ര ഉണ്ടാവും? 10x. അപ്പൊ ഇവിടെ നോക്കുക, മൊത്തം തുക എന്ന് പറയുന്നത് 6x. 2 രൂപ നാണയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 6x × 2
പ്ലസ് 9x 5 രൂപ നാണയം എന്ന് പറയാം 9x ഇൻറ്റു 5 10x എണ്ണം 10x എണ്ണം 10 രൂപ നാണയങ്ങൾ എന്ന് പറയുമ്പോൾ 10x ഇൻറ്റു 10 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഈ ബാഗിലുള്ള ടോട്ടൽ തുകയാകും അതെത്രയാണ് 785 ആണ് 785. ഇനി നോക്കിക്കേ ഇതിൻ്റെ അകത്തും എക്സ് കോമൺ ആണ്. അതിന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 6 ഇൻറ്റു 2 12 പ്ലസ് 9 5 45 പ്ലസ് 10 ഇൻറ്റു 10 100 സമം 785 എന്ന് വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു 157 ഈക്വൽ ടു 785 എന്ന് വരും. എക്സ് എന്ന് പറയും 157 ഇപ്പുറം കൊണ്ടുവരുമ്പോൾ 785 എന്ത് ചെയ്താൽ മതി 157 കൊണ്ട് ഹരിച്ചാൽ മതി. എത്ര കിട്ടും മക്കളെ? ഇത് 5 എന്ന് കിട്ടും. ഓക്കെ ആണ്. ഉറപ്പായിട്ട് അത് ഹരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം. അപ്പം നോക്കിയ 5 രൂപ നാണയങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 9x എന്ന് പറയുമ്പോൾ എത്ര വരും? 9 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 5 ആണ്. 9 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 45. അപ്പോൾ ഓപ്ഷൻ സി 45 ആയിരിക്കും നമ്മളുടെ ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ ആണെടാ, എല്ലാവർക്കും ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നോക്കിക്കേ. ഈ ചോദ്യം നോക്കുക, കൃത്യംഗങ്ങൾ ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറഞ്ഞതാണ്. എന്ത് ചെയ്യും? PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണെന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്കറിയാം a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. ഇവിടെ എന്താ? ഇതെല്ലാം കൂടെ കൂട്ടുക. 2 പ്ലസ് -4 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കിക്കേ 2 -4 പ്ലസ് 5 എന്ന് പറയാം. 5 - 4 ആണ്, അത് പ്ലസ് 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/3. ചിലപ്പോൾ നമുക്ക് തരുന്നത് ഇത് 3 ഇൻറ്റു 3 ആയിട്ടുള്ള 27 എന്നും ചിലപ്പോൾ തരാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പുതിയ രീതി ചോദ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ PSC വന്ന് ചോദ്യത്തിൻ്റെ ദൗർലഭ്യം കൊണ്ടാകാം പതിയെ SSC RRBയുടെ ബേസിനെ ഒന്ന് തൊട്ട് കളിക്കുന്ന ഒരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കാലമായി ആ ഒരു ട്രെൻഡ് വന്നിട്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഡിഗ്രി ലെവൽ പോലെ ഒരു എക്സാം അല്ലെങ്കിൽ എസ്പെഷ്യലി സെക്രട്ടേറിയറ്റ്സിൻ്റെ പോലെ എക്സാം ഒക്കെ ആകുമ്പോൾ അത്രമേൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ജോലിയും അല്ലെങ്കിൽ ഒരു പോസ്റ്റും ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുക. ഞാൻ പറഞ്ഞു, പുതിയ സ്ട്രാറ്റജി, പുത്തൻ സ്റ്റഡി പാറ്റേണുകളാണ് തീർച്ചയായിട്ടും വേണ്ടത്. അപ്പോൾ വീണ്ടും ഫീനിക്സ് ബാച്ചിലൂടെ നമ്മൾ സൂപ്പർ നോട്ട്സിലൂടെ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത് അത്തരത്തിലൊരു പഠന രീതിയും അത്തരത്തിലൊരു ലേണിംഗ് കൾച്ചറുമാണ്. എല്ലാവരെയും വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾ അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീനിക്സ് ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വീണ്ടും കാണും വരേക്കും എല്ലാവരും നന്നായി പഠിക്കുക, നല്ല ഉയരങ്ങളിലെത്തട്ടെ. സ്വപ്നങ്ങൾ നിങ്ങളെ തീനാളങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഫീനിക്സ് ആക്കി മാറ്റാൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.